ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഞാനിതാ ഇങ്ങനത്തെ ഒരു നെക്ലേസ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 15 റുപ്യാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടും. ഞാനിതിൻ്റെ കൈൻ്റെ അളവിനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ രീതിയിൽ ഞാനിതൊന്ന് കട്ട് ചെയ്യും. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ബീഡ്സ് ഇതിൽ ചേർക്കട്ടോ. ഞാനൊന്ന് എടുക്കട്ടെ. ഇതിനകത്ത് 2 എടുത്തിട്ടുണ്ട്. ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് കാരണം ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുക്കാറില്ല. എക്സ്പീരിയൻസ് നോക്കിക്കട്ടെ. ഇത് കുറേ നമുക്ക് പുറത്തൊക്കെ വീട് നടക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടോ ഓടി ഞാൻ പിങ്ക് കളറുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് പോയിട്ട് എടുക്കട്ടെ. ഞാനിതാ ഇവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാനിതാ ഒരു ഈ ഒരു കളറുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്കിത് ഇങ്ങോട്ട് നോക്കാം. ഇനി നമുക്കിത് വെച്ച് ചെയ്യാം. ആദ്യം ഞാനിതാ ഇതാണ് എടുത്തിട്ടുള്ളത്. നെക്ലേസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഫുൾ കോർക്കാം കേട്ടോ. ഞാൻ ഒരാളെ സഹായം തരുന്നുണ്ട്. ഞാൻ ഇത് പിടിക്കും. നമുക്കിത് ഇട്ടാം. അവിടെ ഇതിൻ്റെ ഓട്ടം അവിടെ ഉണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ ഒന്ന് കയറ്റിയിട്ടുണ്ട്. ഒന്ന് കയറ്റിയിട്ടുണ്ട്. ഞാനൊരു 10 മണിക്കൂർ എടുക്കും 2 കയറ്റാൻ. ഇവിടെ സൗണ്ടെല്ലാം കേൾക്കും. അതൊന്നും നിങ്ങൾ സീരിയസ് ആക്കി എടുക്കണ്ട. കാരണം ഇവിടെ കുറേ കുർത്തുകളുണ്ട് കേട്ടോ. 2 ഇല്ല 5 6 കാണുന്നില്ല കൈസ്. ഇങ്ങോട്ട് ഓടി. നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ആ മാലക്ക് നമുക്കൊരു ലാസ്റ്റ് ഒരു കൊളുത്ത് കൊടുക്കണം. കൊളുത്ത് കൊടുക്കുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. നോക്കാൻ ചെയ്യണ്ട. അറിയുന്നത് ചെയ്താൽ മതി. കൊളാക്കാൻ നിൽക്കണ്ട. ഇത് കയറ്റുന്നതാണ് എനിക്ക് പിടിക്കാത്തത്. കണ്ണ് കണ്ടേ അല്ലേ? കണ്ണിലിട്ടിക്കുന്നിട്ട് കണ്ണ് കാണുന്നില്ല. അപ്പം ഇത് നോക്കട്ടെ. ഇതിൻ്റെ അറ്റം ഇതാ ഇത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിന് പാകാവുന്നതാണ് ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് കയ്യിൽ കയറ്റിയിട്ട് കേട്ടോ. പിടി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ കയ്യിലുള്ള എല്ലാ ബീഡ്സും കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് ബാക്കി ചെയ്യാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ബീഡ്സ് എടുക്കട്ടെ. ഞാൻ 2 ബീഡ്സ് കാണിച്ചാൽ അതില്ല. അടുത്ത ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലുള്ളൊരു ബീഡ്സാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബീഡ്സിനുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതാ ഈ ഒരു ബീഡ്സ് എടുക്കാനാണ് കേട്ടോ. അതിനാദ്യം ഞാൻ
നമുക്ക് നല്ല ഒന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഇത് വിളിക്കാം. അല്ലെങ്കിൽ ഇതിന് ഭയങ്കര പണിയാണ് പുറത്തേക്ക്. പിന്നെ അത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ബാക്കിയുള്ളതൊന്നും കേട്ടോ, അതെങ്കിൽ പണി കിട്ടും. ഫുള്ള് ബീഡ്സും പുറത്തേക്ക് ഇടും. അപ്പോൾ ഞാൻ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി വരുമ്പോൾ കിട്ടും. ഇനിയുള്ള വീഡിയോസിന് ഞാൻ ക്രോഷ്യേഴ്സിൻ്റെ വീഡിയോസും ഇടാം. ഇപ്പം ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മാച്ചിങ് കളറായിട്ടുള്ള കളർ നോക്കട്ടെ. ഞാൻ വിചാരിച്ച് വൈറ്റ് അല്ല യെല്ലോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. യെല്ലോസ് തപ്പണം. ഞാനിവിടെ യെല്ലോ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. കാണും അതൊക്കെ അങ്ങനെ ഐസ് പെയിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ സഹായികൾ അതൊന്നും എടുത്ത് തരേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ചെയ്യാം. ഞാൻ മറ്റേ പിങ്ക് ബീഡ്സ് ഞാൻ എത്ര എടുത്ത് പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞട്ടെ, ഞാൻ 16 പിങ്ക് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിനി യെല്ലോ ബീഡ്സ് എത്ര ഇടുന്നത് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ കയറ്റാൻ പറ്റുന്നത്ര കയറ്റാം കേട്ടോ. ഇവിടെ സൗണ്ട് കേൾക്കും, അനിയനുണ്ട്, സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇങ്ങോട്ട് വരും തോന്നിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഒരു സൈഡ് 3 കയറ്റുന്നത്. കോർക്കാണ് ഇങ്ങനെ കോർത്തിട്ട് ഇതിൻ്റെ ഓട്ടമാണല്ലോ, ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. ഈ സൈഡ് ഹോളില്ല കേട്ടോ. എന്ത് ചെയ്യാൻ? അപ്പം നമുക്ക് ഹോള് പറ്റുമോ നോക്കാം. അങ്ങനെയാണ് ഹോൾ എടുത്തേക്കുക. ഇതിനൊരു ഹോളാണ്, ഇതിന് ഹോളില്ല ആവില്ല. അപ്പം നമുക്ക് ആവാത്ത മണിക്ക് നിൽക്കാൻ വേണ്ട, ബാക്കിയുള്ള പറ്റുന്നൊക്കെ ചെയ്ത് നോക്കാം. ഉള്ള ഹോൾസൊക്കെ പറ്റി നോക്കാം. അപ്പം അത് നമുക്ക് സഹായികളോട് ചെയ്തു തരാൻ പറയാം. സഹായികൾ ഹോൾസ് വരുത്തിക്കോളും. അപ്പോൾ ഇതിനും ഹോളില്ല, അപ്പോൾ ഇതിനും യൂസ് ചെയ്യേണ്ട. അപ്പം ഹോളുള്ളത് യൂസ് ചെയ്യുക, കാരണം ഹോളില്ലാത്തത് യൂസ് ചെയ്യേണ്ടത്. ഒന്നിനും ഹോളില്ലേ, അങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? അപ്പം ഞാൻ 3 കണ്ടോ 3 3 ഉള്ളി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്താ ബാക്കിയുള്ള എത്ര 4 നമുക്ക് നഷ്ടമായിട്ടുണ്ട്. നമുക്ക് നഷ്ടമായത് ഞാൻ ഉണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇടാം. ഇനി നമുക്ക് വേറെ കളർ എടുക്കാം. ഇതിൽ മാച്ച് ആവുന്നത് നോക്കിയിട്ടും മാച്ച് ആവാത്തതാണ് കിട്ടുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഇതിന് മാച്ച് എന്ത് കാണാവോ അറിയില്ലേ. പിന്നെ എന്തൊക്കെ മാച്ചിങ് ആവുമെന്ന് നോക്കുന്നില്ല. നമുക്ക് എന്താ ഇതെടുക്കാം, ഗ്രീൻ. ഗ്രീൻ എടുക്കും, ബാക്കിയുള്ളതെല്ലാം വരുന്നുള്ളൂ. ഗ്രീനിന് പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു കേട്ടോ. ഇത് സഹായി ഇന്നത്തെ നല്ലതാണ്. അതിവിടെ എവിടെയാണ് പോയിട്ടുള്ളത്, അത് പിന്നെ എടുക്കാം. ഇത് ചെയ്ത് കഴിയില്ല, പിന്നെ നാളെയോ അത്രയും പതാണ് പദം. നമുക്ക് ഇതും ചെയ്യാം. ഇത് ഞാനൊരു 3 വെച്ചിട്ടാണ് കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. ആവുന്നുണ്ട്, കയറ്റാൻ വിലക്കിയിട്ടില്ല. എൻ്റെ ഹോള് കാണുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും.
ഉണ്ടോ, അത് പല വെറൈറ്റീസാണ്. വെറൈറ്റി only we will make varieties. ഇതിന് ഹോൾ ഇല്ല, കുത്തി ഹോളാക്കാൻ പറ്റുന്നു ഇല്ല. കൈസ് ചിലതിന് ഹോളില്ല കൈസ്. അപ്പോൾ ഇതും ഞാൻ 3 എണ്ണമാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ. ബാക്കി ഞാൻ നിർത്തിയിട്ടുണ്ട്, കാരണം എനിക്കിത് കെട്ടാൻ വേണം. അപ്പോൾ ഇതാ 3 എണ്ണം. അപ്പോൾ ബാക്കി വന്നത് 2. നമുക്കിത് കെട്ടണം. അതിന് കെട്ടാം. അങ്ങനെ കെട്ടണ്ടേ, നമ്മൾ പഠിക്കണിട്ടുള്ളൂ. ഇത് കെട്ടിയിട്ട് അടിയിലേക്ക് മുളക്കാൻ വന്നല്ലോ. ഇത് യോജിപ്പിക്കണം. ഞാനത് ചെയ്യണമെന്നില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യാണ്. ഇത് കെട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സൈറ്റ് ഉണ്ട്. ബട്ട് അത് നാശമായി കഴിഞ്ഞാൽ എക്സൈറ്റ് ഉണ്ട്. ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം ഇട്ടതാണ്, ഞാൻ ആദ്യം ഇടുന്നത്. ഇത് ഫസ്റ്റ് ഇട്ടത് നമുക്കിനി കട്ട് ചെയ്ത് റെഡിയാക്കാണ്ട്. നമുക്ക് പൊട്ടുന്നതിന് പോലെയുണ്ട്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. മെല്ലെ മെല്ലെയാണ് നോക്കുന്നത്. ഞാൻ പിന്നെ വേർപ്പിൽ കുളിക്കുന്ന ആളായതുകൊണ്ട് കൈ നിറച്ചും വേർത്തിട്ടാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഒരു കെട്ട അല്ലെങ്കിൽ എന്താ പോയാലോ. പകുതി ഞാൻ വെട്ടി കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൈ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അത്ര അടുത്ത് 16 പിങ്കും യെല്ലോ 3ഉം ഗ്രീനും 3ഉം ഞാൻ കറക്റ്റ് അളവിനെടുത്തിട്ട് ചെയ്ത ഒരു ബ്രേസ്ലെറ്റ് ആണ് ഗൈസ്. ഇതാണ് എൻ്റെ പണി, ബ്രേസ്ലെറ്റ് ചെയ്യൽ. അപ്പം എങ്ങനെയുണ്ട്, രസമില്ലേ? അപ്പം ഇങ്ങനെ ബ്രേസ്ലെറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ പല വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരേ. ആണ് കേട്ടോ, ഇങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.